സ്പാനിഷ് ലീഗിൽ സമനിലയിൽ കുരുങ്ങി എഫ് സി ബാഴ്സലോണയെ റയൽ ബെറ്റിസാണ് സമനിലയിൽ തളച്ചത്. റയൽ ബെറ്റിസിന്റെ മൈതാനത്ത് ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ഇതോടെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ബാഴ്സയ്ക്ക് ഒരു ജയം മാത്രമാണ് സ്വന്തമാക്കാനായത്. മത്സരത്തിലേക്ക് വരുമ്പോൾ 39-ാം മിനിറ്റിൽ കൂണ്ടോയുടെ അസിസ്റ്റിൽ ലെവൻഡോസ്കി ബാഴ്സലോണയ്ക്ക് ആദ്യ ലീഡ് നൽകി. സീസണിൽ ലാ ലീഗയിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ 16-ാം ഗോളായിരുന്നു ഇത്. ഒറ്റ ഗോൾ ലീഡിൽ ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 68-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് അർജന്റീൻ താരം ജിയോവാനി ലോ സെൽസോ റയൽ ബെറ്റിസിന് സമനില നൽകി. കളി പുരോഗമിക്കവേ 82-ാം മിനിറ്റിൽ ലാമിൻ യമാലിന്റെ തകർപ്പൻ അസിസ്റ്റിൽ ഫെറാൻ ടോറസ് ബാഴ്സയെ വീണ്ടും മുന്നിലെത്തിച്ചു. ബാഴ്സ വിജയം പ്രതീക്ഷിച്ചിരിക്കെ ഇഞ്ചുറി ടൈമിൽ അസാൻ ഡിയാവോയിലൂടെ റയൽ ബെറ്റിസ് സമനില കണ്ടെത്തുകയായിരുന്നു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 62% ബോൾ പൊസഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. എന്നാൽ 9 ഷോട്ടുകൾ മാത്രമാണ് ബാഴ്സലോണയ്ക്ക് തുറക്കാനായത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 521 പാസുകൾ 85% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് റയൽ ബെറ്റിസ് തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ സമനിലയോടെ ബാഴ്സലോണ 17 മത്സരങ്ങളിൽ നിന്ന് 38 പോയിന്റുമായി ലാ ലീഗയിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. എന്നാൽ 2 മത്സരങ്ങൾ കുറവ് കളിച്ച റയൽ മാഡ്രിഡ് 33 പോയിന്റുമായി 2-ാം സ്ഥാനത്തുണ്ട്. റയൽ ബെറ്റിസ് 21 പോയിന്റുമായി 11-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.